പാലായിൽ ഭരണം നഷ്ടമായി. അങ്ങയെ കാണുമ്പോൾ ആദ്യത്തെ ചോദ്യം അതാണ്, ഇനി എന്താണ് LDFന്റെ നീക്കം? അല്ല, ഇവിടെ വെച്ച് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ അത് പോയി. അപ്പോൾ പാലായിൽ ഇവിടെ വെച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഭരണപക്ഷത്തുണ്ടായിരുന്ന പ്രതിപക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. അത് മറ നീക്കി പുറത്തു വന്നു. അവിടുത്തെ സംവിധാനം ഒന്നും പാലാ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി നിൽക്കുന്നില്ല, അതിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കുന്നില്ല. അത് മാത്രമല്ല, അവിടെ ചില കൂട്ടുകെട്ടുകൾ മാത്രമാണ് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ. അതുകൊണ്ട് തന്നെ അവിശ്വാസം കൊടുത്തു. അവിശ്വാസം ഇപ്പോൾ പാസ്സായി. ഇപ്പോൾ ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്താണെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. ഏതൊക്കെയാലും ഭരണത്തിലേക്ക് LDF ഇല്ല. അല്ല, ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, അത് തീർച്ചയായും ഇന്ന് ഇപ്പോൾ അത് UDF ഏറ്റെടുത്തതാണ്. ആ UDF ഏറ്റെടുത്തത് അവരെന്താണെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കട്ടെ. ഈ കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം പാലായിൽ ഒരു സംസ്കാരവും പാലായിൽ നല്ല രീതിയിലാണ് ഇത്രയും കാലവും പോയിട്ടുള്ളത്, വികസനവും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 6 മാസക്കാലമായി ഒരു വികസനവും നടത്തിയിട്ടില്ല. ചിലരുടെ താല്പര്യങ്ങൾ മാത്രമാണ്. ബോധപൂർവമായ അവരുടെ രാഷ്ട്രീയം, അങ്ങനെയുള്ള ആ കൂട്ടായ്മയുടെ രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയില്ല. ഒരു നാടകം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അട്ടിമറിച്ച് ഭരണം നേടാനില്ല എന്നുള്ളതാണോ? അട്ടിമറിച്ച് ഭരണം നേടാനില്ല, അത് പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു മറ്റേ അട്ടിമറിച്ച് രണ്ടുപേരുടെ പേര് അങ്ങനെയല്ല, സ്ഥിരമായി ജനങ്ങൾ അംഗീകരിക്കും ഒരു അടുത്ത ഘട്ടത്തിൽ. ഞാൻ കാണുന്നത് ജനങ്ങൾ അവർ തീരുമാനിക്കട്ടെ, അതനുസരിച്ച് നല്ല രീതിയിൽ ഭരണം പോകണം. ഇത്രയുള്ളൂ. ചിലരൊക്കെ പറയുന്നു കോൺഗ്രസിന്റെ മറ്റുള്ളവരുടെയൊക്കെ പിന്തുണയുണ്ടല്ലോ, അത് വരുമോ എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകളുണ്ട്. കോൺഗ്രസിൽ നിന്ന് വിമതരായി വരുന്നുണ്ട്, അവർ നിങ്ങളെ പിന്തുണയ്ക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. അതിപ്പോൾ ഏതൊക്കെയാലും അവിശ്വാസം പാസ്സായല്ലോ. അതെ, അപ്പോൾ ആ അവിശ്വാസം പാസ്സായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഉള്ള സംവിധാനത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. ആ കൂട്ടായ്മ വിശ്വാസമില്ല. അത് പാലായുടെ സംസ്കാരം ഇതൊന്നും അല്ലല്ലോ, ഇങ്ങനെ കൊണ്ടുപോകണം. ഇത്രയും നാളും സമാധാനത്തിൽ നല്ല സംസ്കാരവും നല്ല വികസനവും നടത്തിയത്. ഇത് ഈ 6 മാസം കൊണ്ട് അതെല്ലാം ആ പേരുദോഷം ഉണ്ടായിട്ടു. അത് മാറ്റണം.